ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൽപ്പാത്തി തേരിൻ്റെ വീഡിയോ കേട്ടോ അത്. അപ്പോൾ എന്നും നമ്മൾ ഈ ഫ്രണ്ട്സായിട്ട് കാറിലും ബൈക്കിലൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതി രമണീയമായ ഒലോക്കോട്. എൻ്റെ ഹസ്ബൻഡ് വീട് ഒലോക്കോട്ടാണ്, എൻ്റെ വീടാണ് പറളിയിലിട്ടാ. അപ്പോൾ അറിയാത്തവർക്കെങ്കിലും വേണ്ടി പറയുകയാണ്. അങ്ങനെ നമ്മൾ കൽപ്പാത്തി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് തുടങ്ങിയിട്ടോ. ഇതാണ് കൽപ്പാത്തി തേരിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉപ്പിലിട്ട് കുറേ നെല്ലിക്കയും മാങ്ങ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ കുറേ ചെരുപ്പുകൾ, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ രണ്ട് സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു തവണയേ പോയിട്ടുള്ളൂ, ഇത് രണ്ടാമത്തെ തവണ കേട്ടോ. കുട്ടിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ അവൾ എന്തെല്ലാം വേണമെന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവൾ കണ്ടതെല്ലാം ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ നല്ല കുട്ടിയായിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നിയാപ്പിനി അതേപോലെ തന്നെ ആശുവിനെയും മെഹന്തി ഇടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രഡീഷണൽ അച്ചിൻ്റെ ആ ഒരു സൈഡിൽ പോയിട്ട് അത് ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. നീൻ്റെ കഴിഞ്ഞ അടുത്ത് നമ്മൾ ആശുവിന് ഇട്ട് കൊടുക്കാൻ പോകണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇത് കണ്ടിട്ട്. എനിക്കും ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കെമിക്കലാണോ എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് ഒരുപാട് പ്രൊമോട്ട് ചെയ്തില്ല. കുട്ടികൾക്ക് മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ബേബിക്ക് ഇട്ട് കൊടുത്തില്ല കേട്ടോ. അവൾക്ക് ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ കാലത്ത് നല്ല ചെറുപ്പത്തിൽ എപ്പോഴും ഒരു തവണ എന്തോ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇവർക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ടോയ്സ് ഉള്ളൊരു ഷോപ്പിൽ നിന്ന് നോക്കിയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കൽപ്പാത്തി പുഴ കാണാൻ വേണ്ടിയിട്ട് വന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കൽപ്പാത്തി പുഴ കാണണം. അപ്പോൾ ഇതാണ് നമ്മുടെ തേര് കൊടിയേറ്റം കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താ കണ്ടില്ലേ, ഹൈഡ്രജൻ ബലൂൺസിൻ്റെ കുറേ ആൾക്കാർ അത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ തിരിച്ചു പോകുക കേട്ടോ. തിരിച്ചു പോകുമ്പോഴും സെയിം അതേപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റോളാണ്. അതിനുശേഷം നമ്മൾ ബസ്സിൽ തന്നെയാണ് തിരിച്ച് വീട്ടിലോട്ട്